എല്ലാവർക്കും നമസ്കാരം. അതിൽ തന്നെ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷൻ എന്നെ ക്ഷണിച്ചതിലും ഇവിടെ എത്തിയതിലും അതിയായ സന്തോഷം, കാണാൻ പറ്റിയതിലും അതിയായ സന്തോഷം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. സംസാരിക്കും. കാരണം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതലേ കോഴിക്കോടിന്റെ പ്രത്യേകത എന്താണെന്ന് ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആണെങ്കിലും പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും ഇനി ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള താങ്ക്സ് ഓക്കെ. താങ്ക് യു സോ മച്ച് തസ്ലി മാം. അപ്പോൾ സാറും രീതിയിൽ തന്നെയാണ് നിങ്ങളത് കൺസിഡർ ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളാണ്. അത് തന്നെയാണ് കോഴിക്കോട് പ്രിയങ്കരനായ ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ഈ അടുത്ത് തന്നെയാണ് യൂട്യൂബിന്റെ ഏറ്റവും വലിയ പദവിയിൽ നിൽക്കുന്ന പുരസ്കാരങ്ങളെല്ലാം അവരെ തേടിയെത്തിയത്. മലയാളികൾ മാത്രമല്ല, നമുക്കറിയാം കേരളത്തിന്റെ ജനസംഖ്യ എത്രത്തോളമാണത്. അതിൽ എത്രയോ കൂടുതലാണ് ഇവരുടെ ചാനലിലുള്ള വ്യൂവേഴ്സും പ്രേക്ഷകരും ഒക്കെ. അത്രത്തോളം കോടിക്കണക്കിന് പ്രേക്ഷകരുള്ള ഒരു കുടുംബമാണ്. പക്ഷെ വളരെ സിമ്പിളായി അദ്ദേഹം രാവിലെ മുതലേ ഈ ആഘോഷങ്ങളുടെ ഭാഗമാകാനോട് വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ സജ്ജയെ കൂടെ ഇൻവൈറ്റ് ചെയ്യണം ഈ വേദിയിലേക്ക്. ഐ ഓൾസോ ഇൻവൈറ്റ് ഹനാൻഷ. നിറഞ്ഞ കയ്യടികളുമായി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്കായിട്ട് നിർണയിച്ചത്. ഇവിടെ വന്നാൽ മാത്രമാണ് ഇന്നത് കിട്ടുക എന്ന് അത്രത്തോളം കുടുംബാംഗങ്ങൾക്ക് ബോധവുമുള്ള ഒരു നറുക്കെടുപ്പ് നിർവഹിക്കാനായിട്ട് പോകുന്നത്. സന്തോഷത്തോട് കൂടി തന്നെ ഞാൻ മാമിന്റെ കയ്യിലേക്ക് കൂടി ഒന്ന് മൈക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമ്മാനത്തെ പറ്റിയൊക്കെ തീർച്ചയായും എന്നോട് പറയുന്നത് സമ്മാനം ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടേണ്ടത് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ഒരു ആഗ്രഹം അതാണ്. അപ്പോഴും ആ ബോക്സിനകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ അത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടൊരു ബോക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോഴേ അറിയാം. അതിൽ നിന്ന് ഒരു വിന്നർക്കാണ് അനൗൺസ് ചെയ്യും. കോഴിക്കോട് എല്ലാവർക്കും ഇഷ്ടമുള്ള കോഴിക്കോടിന്റെ മണ്ണിലുള്ള പ്രിയപ്പെട്ടവരോട് 5 തവണയൊക്കെ കാലിക്കറ്റ് വന്നിട്ട് നിങ്ങളുടെ പേര് അനൗൺസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് എല്ലാവരോടും പറഞ്ഞ ഒരു സെറ്റാണ് സർ. ഈ ക്ലാസ് റൂമിൽ ഇത്രയും ഈ കോളേജ് സിനിമകളുടെ ഭാഗമായ മലയാളികൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ട മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ തൃശ്ശൂരിന്റെ മണ്ണിലും ഷോറൂം ഉണ്ട്. തൃശ്ശൂർക്കാരി കൂടിയാണ്. അപ്പൊ ഒരുപാട് പ്രത്യേകതകളുള്ള ജ്വല്ലറിയുടെ പുതിയ വലിയ ജ്വല്ലറി എക്സ്പീരിയൻസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തതോടൊപ്പം തന്നെ ഇനി ആ വിന്നർ അവിടെ ആണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് വരാനുള്ളൊരു ചെറിയ സെക്കൻഡ്സ് സമയം നമുക്ക് കൊടുക്കാം. ഇനി ഇതുവരെ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ടീം മെമ്പേഴ്സ് രഫീഖ് സർ, തസ്ലി മാം, ബഹുമാനായിട്ടുള്ള കൗൺസിലർ ബിജുവേട്ടൻ, പുള്ളിക്ക് അടുത്ത പരിപാടി എന്താണുള്ളത് പ്ലാൻ ചെയ്യാൻ വേണ്ടി ധൈര്യമായി കയറി വരും ചേട്ടാ. എന്താണ് ചേട്ടന്റെ പേര് ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. പേര് നല്ല ശബ്ദമല്ലേ? എത്ര പവർഫുൾ ആയ ശബ്ദമാണ് ചേട്ടാ. ഞങ്ങൾ ഇവിടെ ചേട്ടൻ കുറെ സമയമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ എന്തായാലും ഭാവനയുടെ കൈകൊണ്ട് ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുടെയും കൈകൾ കൊണ്ട് 1.5 ലക്ഷം രൂപ അദ്ദേഹത്തിന് ക്യാഷ് പ്രൈസ് നമ്മൾ സമ്മാനമായിട്ട് നൽകുകയാണ്. അതിനുശേഷം സിനിമകളിൽ ബിഗ് സ്ക്രീനിലൊക്കെ ഞങ്ങളുടെ തൃശ്ശൂർക്കാരി, ഞങ്ങളുടെ ഭാവന ഇങ്ങനെ എപ്പോഴും ഷൈനിങ് സ്റ്റാർ ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന. സോ താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക്സ് എ ലോട്ട്. ഇവിടെ 2 സിംഗേഴ്സും കൂടിയുണ്ട് ഭാവനയോട്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ്. മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഘോഷങ്ങൾ തുടരുകയാണ്. അവരെല്ലാവരും വന്നിരിക്കുന്നത് എന്തായാലും ഒരു പാട്ടോ ഒരു പെർഫോമൻസോ ഒക്കെ നൽകാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും അഫക്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അത് അവർ ആർട്ടിസ്റ്റുകളുടെ ഒരു ആഗ്രഹം കൊണ്ട് ആ ഒരു അവസരം അത് അവർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ലേ, അവരങ്ങനെ ആഗ്രഹിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെ പ്രവേശിക്കുകയാണ്. നാളെ മുറിച്ചുകൊണ്ട് മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതുമയേറിയ ഡിസൈനർ ജ്വല്ലറി കളക്ഷൻസ്, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ അവസരമാണ്. പർച്ചേസ് ചെയ്യാം. ഇനോഗ്രൽ കല്യാണമാണെങ്കിൽ